Hi, in this session I start with this question. എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയുടെ ഗാലക്റ്റിക് സെൻറ്റർ ആയിട്ടുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന നാലും എന്താണ്? സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. ആൻസർ കിട്ടിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുമ്പേ നമുക്ക് എന്താ ഗാലക്സി എന്ന് നോക്കാം. എന്താ യൂണിവേഴ്സ് എന്ന് നോക്കാം. യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺ ഗാലക്സീസ് ആണ്. യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺ ഗാലക്സീസ് ആണ്. 100 മില്യൺ ഗാലക്സികൾ ചേർന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതായത് 100 മില്യൺ ഗാലക്സികളാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ് യൂണിവേഴ്സ്. 100 മില്യൺ ഗാലക്സികളാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഗാലക്സി എന്ന് പറയുന്നത് മില്യൺ സ്റ്റാർസിൻ്റെ കോൺഗ്രിഗേഷനെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. മില്യൺ സ്റ്റാർസിൻ്റെ കോൺഗ്രിഗേഷൻ മീൻസ് എന്താ? കോൺഗ്രിഗേഷൻ മീൻസ് ഗ്രൂപ്പാണ്. മില്യൺ സ്റ്റാർസിൻ്റെ ഗ്രൂപ്പിനെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ഗ്രൂപ്പാണ്? ഹെൽഡ് ടുഗെദർ ബൈ ദ ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാൽ ചേർത്ത് നിർത്തപ്പെട്ട നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ശേഖരത്തെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സിൽ 100 മില്യൺ ഗാലക്സികൾ ഉണ്ടെന്നും ഗാലക്സിയിൽ മില്യൺ സ്റ്റാർസ് ഉണ്ടെന്നും പറയാം. യൂണിവേഴ്സിൽ 100 മില്യൺ ഗാലക്സികൾ ഉണ്ടെന്നും ഗാലക്സിയിൽ മില്യൺ സ്റ്റാർസ് ഉണ്ടെന്നും പറയാം. സ്ട്രക്ചർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താ? സ്ട്രക്ചർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഗാലക്സീസ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്? യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺ ഗാലക്സീസ് ആണ്. ഗാലക്സിയെ നമ്മൾക്ക് പ്രധാനമായിട്ടും സ്പൈറൽ, എലിപ്റ്റിക്കൽ ആൻഡ് ഇറഗുലർ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. സ്പൈറൽ, എലിപ്റ്റിക്കൽ ആൻഡ് ഇറഗുലർ ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദെയർ വിഷ്വൽ അപ്പിയറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് ഗാലക്സികൾക്ക് വിഷ്വൽ അപ്പിയറൻസ് നൽകുന്നത് എന്താ? സ്റ്റാർസാണ്, നക്ഷത്രങ്ങളാണ്. അതായത് ഗാലക്സികളുടെ മേജർ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർസാണ്. ഈ ഗാലക്സിയിലെ സ്റ്റാർസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാലക്സിയെ സ്പൈറൽ എന്നും എലിപ്റ്റിക്കൽ എന്നും ഇറഗുലർ എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷനെയാണ് ഹബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷനെ എന്താ പറയുന്നത്? ഹബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. അതായത് US ആസ്ട്രോണമർ ആയിട്ടുള്ള എഡ്വിൻ ഹബിൾ ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷനെ ഹബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഗാലക്സികളിലെ നക്ഷത്രങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് സ്പൈറൽ ആകൃതിയിലാണ് എങ്കിൽ ഇവയെ സ്പൈറൽ ഗാലക്സി എന്നും, ഈ നക്ഷത്രങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് എലിപ്റ്റിക്കൽ ദീർഘവൃത്താകൃതിയിലാണ് എങ്കിൽ ഇവയെ എലിപ്റ്റിക്കൽ ഗാലക്സി എന്നും, എന്നാൽ ഈ നക്ഷത്രങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് പ്രത്യേക ഷേപ്പ് ഒന്നും നൽകുന്നില്ല എങ്കിൽ, ലാക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ, ഓർഗനൈസ്ഡ് ഷേപ്പ് അല്ല എങ്കിൽ ഇവയെ എന്താ പറയുന്നത്? ഇറഗുലർ ഗാലക്സി എന്ന് പറഞ്ഞു. ഇറഗുലർ ഗാലക്സി ലാക്ക് ഓഫ് സ്ട്രക്ചർ ആണ് എന്ന് കരുതി ഈ നക്ഷത്രങ്ങൾക്കിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല എന്ന് കരുതണ്ട. ഈ മില്യൺ സ്റ്റാർസിനെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മൾ എന്താ പറഞ്ഞ? യൂണിവേഴ്സിൽ 100 മില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 100 മില്യൺ ഗാലക്സിയിൽ മോസ്റ്റ് ഓഫ് ദ ഗാലക്സിയും സ്പൈറൽ ഗാലക്സിക്ക് ഉദാഹരണമാണ്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ എന്താണ്? സ്പൈറൽ ഗാലക്സിക്ക് ഉദാഹരണമാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതായത് സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷൻ നൽകുന്ന മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്താ പറയുന്നത്? യൂണിവേഴ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിംഗിൾ പോയിൻ്റ് ആണെന്നും, ഈ സിംഗിൾ പോയിൻറ്റിന് റാപ്പിഡ് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടാണ് യൂണിവേഴ്സിൻ്റെ ഇന്ന് കാണുന്ന കറൻറ്റ് സൈസിലേക്ക് മാറപ്പെട്ടിട്ടുള്ളത് എന്നാണ്.
അതായത് യൂണിവേഴ്സിൻ്റെ ഈ സിംഗിൾ പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? യൂണിവേഴ്സിൻ്റെ ഈ ഒരു സിംഗിൾ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ഹോട്ട് ആൻഡ് ഡെൻസ് ആയിട്ടുള്ള ഈ സിംഗിൾ പോയിൻ്റ് ഇൻഫ്ലേറ്റഡ് ആൻഡ് സ്ട്രക്ചർഡ് ആണ്. യൂണിവേഴ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ പോയിൻ്റ് ഇൻഫിനിറ്റ്ലി ഹോട്ട് ആൻഡ് ഡെൻസ് ആയിട്ടുള്ള ഈ സിംഗിൾ പോയിൻ്റ് ആണ്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഈ ഒരു സിംഗിൾ പോയിൻ്റ് അതിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പീക്കിൽ വെച്ചേക്കുന്ന ഈ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും റാപ്പിഡ് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടാണ് യൂണിവേഴ്സിൻ്റെ കറൻറ്റ് സൈസിലേക്ക് മാറിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ടുള്ള ഈ ഒരു സിംഗിൾ പോയിന്റിനെ എന്താ പറയുന്നത്? പ്രൈമൽ ആറ്റം എന്ന് പറഞ്ഞു. ഈ ജോർജ് ലമാത്രെ ഇതിനെ എന്താ പറയുന്നത്? പ്രൈമൽ ആറ്റം എന്ന് പറയുന്നു. ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറീസ് ഉണ്ടെങ്കിലും മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതേസമയം ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരാവസ്ഥ സിദ്ധാന്തവുമായി സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ആസ്ട്രോണമറാണ് ഫ്രെഡ് ഹോയിൽ. ഈ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ആസ്ട്രോണമറാണ്, ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ് ജയൻ നെർലിക്കറാണ്. ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ്. യൂണിവേഴ്സിൻ്റെ സ്ഥിരാവസ്ഥ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഫ്രെഡ് ഹോയിലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തിയറിയെ, ഈ ഒരു വാദത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ് ജയൻ നെർലിക്കർ. യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു തിയറിയാണ് ഹബിൾ ലോ അല്ലെങ്കിൽ ഹബിൾ ലമാത്രെ ലോ. ഈ ലോ എന്താ പറയുന്നത്? അതർ ഗാലക്സീസ് ആർ മൂവിങ് അവേ ഫ്രം അസ് ആണ്. അതായത് നമ്മളെന്താ പറഞ്ഞ യൂണിവേഴ്സിൽ 100 മില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗാലക്സികൾ തമ്മിൽ എന്താണ്? അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് പറയുന്നത്. അതായത് ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്? സ്പീഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദെയർ ഡിസ്റ്റൻസ് ആണ്. ബെൽജിയൻ പ്രീസ്റ്റായിട്ടുള്ള കോസ്മോളജിസ്റ്റായിട്ടുള്ള ഫിസിസിസ്റ്റായിട്ടുള്ള ജോർജ് ലമാത്രെയാണ് ബിഗ് ബാങ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. 19027 ഈ തിയറി. ജോർജ് ലമാത്രെ 19027 ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഐഡിയ എന്താണ്? ഈ ഐഡിയ പബ്ലിഷ് ചെയ്യുന്നത് 19031 ഇങ്ങനെ യൂണിവേഴ്സ് ഉണ്ടായിട്ട് യൂണിവേഴ്സ് എത്രത്തോളം ഓൾഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. എന്നാൽ ഭൂമി എത്രത്തോളം ഓൾഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.54 ആണ്. 4.54 ബില്യൺ ഇയേഴ്സ് ഓൾഡാണ്. ബിഗ് ബാങ് തിയറിയെ ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ടുള്ള ഈ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും ഇൻഫ്ലേഷൻ സംഭവിക്കുകയും ആദ്യ പ്രകാശം ഉണ്ടാവുകയും പിന്നീട് ഡാർക്ക് ഏജിലോട്ടും ഡെവലപ്മെൻറ്റ് ഓഫ് ഗാലക്സീസ്, പ്ലാനറ്റ്സ് തുടങ്ങിയ ടൈം ലൈൻ ഓഫ് എക്സ്പാൻഷനെ ചിത്രീകരിക്കുന്ന ഒരു പിക്ചർ ആണ് ഈ തന്നിരിക്കുന്നത്. ഇതും എന്താണ്? സെയിം പിക്ചർ തന്നെയാണ്. നമ്മളെന്താ പറഞ്ഞ് യൂണിവേഴ്സിൽ 100 മില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗാലക്സികളുടെ ഗ്രൂപ്പിനെയാണ് ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറയുന്നു. ഗാലക്സികളുടെ ഗ്രൂപ്പിനെ ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറയുന്നു. ഈ ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ഗ്രൂപ്പിനെ സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറയുന്നു. ഗാലക്സികളുടെ ഗ്രൂപ്പായിട്ടുള്ള ഈ ഗാലക്സി ക്ലസ്റ്റർ എങ്ങനെയുള്ളതാണ്? ഗ്രാവിറ്റേഷണലി ബൗണ്ടഡ് ആണ്. ഈ ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള സൂപ്പർ ക്ലസ്റ്റർ എങ്ങനെയുള്ളതാണ്? ഗ്രാവിറ്റേഷണലി ബൗണ്ടഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗാലക്സി എന്ന് പറയുന്നത് മില്യൺ സ്റ്റാർസിൻ്റെ കോൺഗ്രിഗേഷനെയാണ്, മില്യൺ സ്റ്റാർസിൻ്റെ ഗ്രൂപ്പിനെയാണ്. ഇവ എങ്ങനെയുള്ളതാണ്? ഹെൽഡ് ടുഗെദർ ബൈ ദ ഗ്രാവിറ്റിയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഗ്രാവിറ്റേഷണലി ബൗണ്ടഡ് ആണ് എന്നതാണ്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ ഏത് ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ഭാഗമാണെന്നും ഏത് സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണെന്നും
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ എന്താണ്? ലോക്കൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ലോക്കൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഈ ലോക്കൽ ഗ്രൂപ്പിൽ തന്നെ അറൗണ്ട് ഒരു 85 ഗാലക്സികളുണ്ട്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ ലോക്കൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഈ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെർഗോ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. വെർഗോ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. ഈ വെർഗോ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ ലോക്കൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഈ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെർഗോ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. അതായത് ഔട്ട്സ്കേർട്ട് ഓഫ് വെർഗോ ക്ലസ്റ്ററാണ്. ഔട്ട്സ്കേർട്ട് മീൻസ് എഡ്ജാണ്. വെർഗോ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. ഈ വെർഗോ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. നമ്മളെന്താ പറഞ്ഞ്? ഗാലക്സി എന്ന് പറയുന്നത് മില്യൺ സ്റ്റാർസിൻ്റെ ഗ്രൂപ്പാണ്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ എന്താണ്? മിൽക്കി വേയിൽ 100 മില്യൺ ഗാലക്സികളുണ്ടെന്ന് പറഞ്ഞു. ഈ 100 മില്യൺ ഗാലക്സിയിൽ ഒരു സ്റ്റാർ മാത്രമാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയുടെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഞാനിതാ ഈ റൗണ്ട് ചെയ്തേക്കുന്നതാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. ഈ മിൽക്കി വേയുടെ ഗാലക്റ്റിക് സെൻറ്റർ ആയിട്ടുള്ള സാജിറ്റേറിയസ് എ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെയാണ് ഞാനിതാ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് എന്ത്? സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ പരിധിയിൽ വരുന്ന എല്ലാ ഹീവൻലി ബോഡീസും എന്താണ്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് ഹിയർ ഈ എൻറ്റയർ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, ഈ എൻറ്റയർ സോളാർ സിസ്റ്റം മിൽക്കി വേയുടെ ഗാലക്റ്റിക് സെൻറ്റർ ആയിട്ടുള്ള സാജിറ്റേറിയസ് എ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡിനെയാണ് കോസ്മിക് ഇയർ എന്ന് പറയുന്നത്. അതായത് 250 മില്യൺ ഇയേഴ്സ് കവർ ചെയ്യുമ്പോഴാണ് ഈ 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിനെയാണ്, അതായത് ഈ എൻറ്റയർ സോളാർ സിസ്റ്റം ഗാലക്റ്റിക് സെൻറ്റർ ആയിട്ടുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ റിവോൾവ് ചെയ്യുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് ഗാലക്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. അതായത് 250 km/s എന്ന വേഗത്തിലാണ് ഈ എൻറ്റയർ സോളാർ സിസ്റ്റം സാജിറ്റേറിയസ് എയിന് റിവോൾവ് ചെയ്യുന്നത്. അതായത് അറൗണ്ട് 250 km/s എന്ന വേഗത്തിൽ, അതായത് സെക്കൻഡിൽ 250 km എന്ന വേഗത്തിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്. ഈ 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 250 മില്യൺ ഇയേഴ്സ് ആണ്. 250 മില്യൺ ഇയേഴ്സ് എടുക്കുന്നു 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മളെന്താ പറഞ്ഞു? യൂണിവേഴ്സിൽ 100 മില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗാലക്സിയെ സ്പൈറൽ എന്നും എലിപ്റ്റിക്കൽ എന്നും ഇറഗുലർ എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ എന്താണ്? സ്പൈറൽ ഗാലക്സിക്ക് ഉദാഹരണമാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിനോട്, നമ്മളുടെ എർത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 ഇറഗുലർ ഗാലക്സിയാണ് ലാർജ് മെഗലാനിക് ക്ലൗഡ് ആൻഡ് സ്മോൾ മെഗലാനിക് ക്ലൗഡ്. ലാർജ് മെഗലാനിക് ക്ലൗഡ് ആൻഡ് സ്മോൾ മെഗലാനിക് ക്ലൗഡ്. ഈ ലാർജ് മെഗലാനിക് ക്ലൗഡ് എന്ന് പറയുന്നത് 1,60,000 ലൈറ്റ് ഇയർ എവയാണ്. ഭൂമിയിൽ നിന്നും 1,60,000 ലൈറ്റ് ഇയർ എവയാണ്. അതേസമയം ഈ സ്മോൾ മെഗലാനിക് ക്ലൗഡ് എന്ന ഇറഗുലർ ഗാലക്സി 1,80,000 ലൈറ്റ് ഇയർ എവയാണ്. 1,80,000 ലൈറ്റ് ഇയർ എവയാണ്. സോളാർ സിസ്റ്റത്തിനോട്, നമ്മളുടെ എർത്തിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്പൈറൽ ഗാലക്സിക്ക് ഉദാഹരണമാണ് ആൻഡ്രോമേഡ. ആൻഡ്രോമേഡ എന്ന് പറയുന്നത് 2.25 മില്യൺ ഇയേഴ്സ് അകലെയാണ്. ഭൂമിയിൽ നിന്നും 2.25 മില്യൺ ഇയേഴ്സ് അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ എർത്തിനോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. എലിപ്റ്റിക്കൽ ഗാലക്സിക്ക് ഉദാഹരണമാണ് സാജിറ്റേറിയസ് ഡ്വാർഫ് സ്ഫിറോയിഡൽ ഗാലക്സിയാണ്. ഇതെന്താണ്? 70,000 ലൈറ്റ് ഇയർ എവയാണ്. 70,000 ലൈറ്റ് ഇയർ എവയായി സ്ഥിതി ചെയ്യുന്ന, ഭൂമിയിൽ നിന്നും 70,000 ലൈറ്റ് ഇയർ എവയായി സ്ഥിതി ചെയ്യുന്ന എലിപ്റ്റിക്കൽ ഗാലക്സിക്ക് ഉദാഹരണമാണ് സാജിറ്റേറിയസ് ഡ്വാർഫ് സ്ഫിറോയിഡൽ ഗാലക്സി.
എന്താ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ? എന്താ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവരി ലാർജ് ഗാലക്സികളുടെയും സെൻറ്ററിലായി കാണപ്പെടുന്നതാണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഗാലക്സികളുടെ സെൻറ്ററിലായി കാണപ്പെടുന്നതാണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. അതായത് ഗാലക്സികളുടെ വലിപ്പം നിർണ്ണയിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റാർസ് ആണ്. അതായത് ഗാലക്സികളിലെ നമ്പർ ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് വേരി ചെയ്യും. അതായത് ട്രില്യൺ ടു മില്യണിലേക്ക് ഇവ വേരി ചെയ്യുന്നതാണ്. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയുടെ ഗാലക്റ്റിക് സെൻറ്ററിൽ കാണപ്പെടുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് സാജിറ്റേറിയസ് എ. സാജിറ്റേറിയസ് എ അതിനെ എങ്ങനെ ഷോർട്ടാക്കാം? SGRA എന്നും പറയുന്നു. നമ്മുടെ ഹോം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയുടെ ഗാലക്റ്റിക് സെൻറ്ററിൽ കാണപ്പെടുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് സാജിറ്റേറിയസ് എ. ഈ ഒരു സെഷൻ തുടങ്ങുമ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറും എന്താണ്? സാജിറ്റേറിയസ് എ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ റൗണ്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസ്. എന്താ ഡാർക്ക് മാറ്റർ? എന്താ ഡാർക്ക് മാറ്റർ? അതായത് നമ്മൾ ഈ യൂണിവേഴ്സിൽ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതൊക്കെയും മെയ്ഡ് ഓഫ് മാറ്റർ ആണ്. അതായത് ഈ യൂണിവേഴ്സിൽ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതൊക്കെയും നമ്മൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതൊക്കെയും മെയ്ഡ് ഓഫ് മാറ്റർ ആണ്, ദ്രവ്യങ്ങളാൽ നിർമ്മിതമാണ്. എന്നാൽ നമ്മൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതിലേറെ ദ്രവ്യങ്ങൾ ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും ഇവയാണ് ഈ യൂണിവേഴ്സിനെ സ്വാധീനിക്കുന്നതും രൂപപ്പെടുത്തുന്നത് പോലും ഈ ഡാർക്ക് മാറ്റേഴ്സാണ്. അതായത് ഈ സ്ട്രേഞ്ച് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഈ ഡാർക്ക് മാറ്റേഴ്സാണ്. എന്തുകൊണ്ടാണ് ഇവയെ സ്ട്രേഞ്ച് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്ക് ഇവയെ ഡയറക്റ്റ്ലി ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് ഡയറക്റ്റ്ലി ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇറ്റ് ഡസ് നോട്ട് എമിറ്റ് ഓർ റിഫ്ലക്ട് ലൈറ്റ് ഓർ റേഡിയേഷൻ ആണ്. ഇറ്റ് ഡസ് നോട്ട് എമിറ്റ് ഓർ റിഫ്ലക്ട് ലൈറ്റ് ഓർ റേഡിയേഷൻ. അതായത് നമ്മൾക്കൊരു വസ്തു അനുഭവവേദ്യമാവണമെങ്കിൽ ആ വസ്തു ഒന്നുകിൽ പ്രകാശത്തെ പുറപ്പെടുവിക്കണം, അല്ലെങ്കിൽ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യണം. ഇവ രണ്ടും ചെയ്യുന്നില്ല എന്ന് കരുതി ആ വസ്തു ഇല്ല എന്നൊരർത്ഥമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവ നമ്മൾക്ക് അനുഭവവേദ്യമല്ല എന്നതാണ്. അതായത് നമ്മൾക്ക് ഈ യൂണിവേഴ്സിൽ നമ്മൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓൺലി 4% ആണ്. ഓൺലി 4% ആണ്. 22% എന്താണ്? ഡാർക്ക് മാറ്ററാണ്. 74% എന്ന ഡാർക്ക് എനർജിയുമായിട്ടാണ് ഈ യൂണിവേഴ്സിൽ നിലകൊള്ളുന്നത് എന്ന്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താ? പ്ലാസ്മയാണ്. ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. സിക്സ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താ? സിക്സ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്താ? സെവൻത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താ അൽബിഡോ? എന്താ അൽബിഡോ? എർത്തിൻ്റെ അൽബിഡോ എത്രയാണ്? എർത്തിൻ്റെ അൽബിഡോ എന്ന് പറയുന്നത് 0.34 ആണ്. 0.3 ആണ്. അതായത് 34% ആണ് എർത്തിൻ്റെ അൽബിഡോ. അൽബിഡോ എന്ന് പറയുന്നത് റേഷ്യോ ആണ്. ഈ രണ്ട് എമൗണ്ടുകൾ തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. അതായത് ഏതൊക്കെ രണ്ട് എമൗണ്ടുകൾ? ടോട്ടൽ വന്നു പതിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അതായത് വന്നു പതിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്? പെർഫെക്റ്റ് റിഫ്ലക്ടർ എന്ന് പറയുന്നു. പെർഫെക്റ്റ് റിഫ്ലക്ടറാണ്. പെർഫെക്റ്റ് റിഫ്ലക്ടർ എന്ന് പറയുന്നു. ഈ പെർഫെക്റ്റ് റിഫ്ലക്ടറിൻ്റെ അൽബിഡോ എത്രയാണ്? 1 ആണ്. 1. എർത്തിനെ സംബന്ധിച്ചിടത്തോളം വന്നു പതിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റിൻ്റെ റേഡിയേഷൻ്റെ 34% റിഫ്ലക്റ്റ് ചെയ്യുന്നു. 34% റിഫ്ലക്റ്റ് ചെയ്യുന്നു. 34% റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 66% ആണ്. 66% എന്താണ്? അബ്സോർപ്ഷൻ നടക്കുന്നു. വന്നു പതിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റിൻ്റെ 66%ഓളം അബ്സോർപ്ഷൻ നടക്കുകയും 34% റിഫ്ലക്റ്റ് ചെയ്യുന്നു.
നമ്മുടെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. നമ്മുടെ മീൻസ് എർത്തിൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. ഇൻ ദ ഫോം ഓഫ് വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ആൽബിഡോ എന്ന് പറയുന്നത് എർത്തിൻ്റെ എനർജി ബാലൻസിൻ്റെ കീ ഫാക്ടറാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ 8 പ്ലാനറ്റ്സിൻ്റെ ആൽബിഡോസിൻ്റെ ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. എർത്തിൻ്റെ ആൽബിഡോ എത്രയാണ്? 0.30 ആണ്, അതായത് 30% ആണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 34 ആണ്. ഇവിടെ എന്താ? 34. ഇവിടെ 34 തന്നിരിക്കുന്നു. അതായത് നമ്മൾ വേരിയസ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എർത്തിൻ്റെ ആൽബിഡോ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതാണ്. അതായത് ചെറിയൊരു വേരിയേഷൻസ് കാണാവുന്നതാണ്. ഇൻ ബിറ്റ്വീൻ 30 and 34% ഇടയിലായി കാണാം. മെർക്കുറിയുടെ ആൽബിഡോ എത്രയാണ്? മെർക്കുറിയുടെ ആൽബിഡോ എന്ന് പറയുന്നത് 0.11 ആണ്. അതായത് 11% ആണ് മെർക്കുറിയുടെ ആൽബിഡോ. അതായത് മെർക്കുറിയെ സംബന്ധിച്ചിടത്തോളം 11% റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് മനസ്സിലായിന് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.